ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ ഈ 3 വിചിത്ര വികാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഒരു നിമിഷം നിങ്ങൾക്ക് സുഖമായിരുന്നു. അടുത്ത നിമിഷം നിങ്ങളുടെ മനസ്സിൽ ആരെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ നെഞ്ചിനുള്ളിലൊരു നിശബ്ദമായ ഇടിമുഴക്കം പോലെ. നിങ്ങൾ അവരെ തിരയുന്നില്ലായിരുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് സംസാരിക്കുന്നില്ലായിരുന്നു. എന്നിട്ടും അവരുടെ പേര് പ്രത്യക്ഷപ്പെടുകയും നിങ്ങളിൽ എന്തോ ഒന്ന് മാറുകയും ചെയ്യുന്നു. അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നാം. അവരിവിടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾക്കവരെ അനുഭവപ്പെടുന്നതെന്തുകൊണ്ട്? ഇതെല്ലായ്പ്പോഴും യാദൃശ്ചികമല്ല. ചിലപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ യുക്തി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു ബന്ധം ശ്രദ്ധിക്കുന്നു. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് വികാരത്തോടെ, നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും 3 വിചിത്രമായ വികാരങ്ങളിൽ പ്രതികരിക്കാൻ കഴിയും. നാടകീയമായ അടയാളങ്ങളല്ല, മാന്ത്രികതയല്ല, നിശബ്ദതയിൽ പ്രത്യക്ഷപ്പെടുന്ന ചെറിയ സിഗ്നലുകൾ മാത്രം. ആദ്യത്തെ വിചിത്രമായ വികാരം വ്യക്തമായ കാരണമില്ലാത്ത പെട്ടെന്നുള്ള വൈകാരിക തരംഗമാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് സാധാരണമായി തോന്നുന്നു. അടുത്ത നിമിഷം നിങ്ങൾക്ക് ഭാരമോ ഊഷ്മമോ ശാന്തമോ അല്ലെങ്കിൽ വിചിത്രമായി പ്രതീക്ഷയോ അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് പുറത്തുനിന്നൊരു മാനസികാവസ്ഥ വരുന്നതുപോലെ. ഉപബോധ മനസ്സ് വൈകാരിക മുദ്രയോട് പ്രതികരിക്കുന്നുവെന്ന് മനഃശാസ്ത്രം വിശദീകരിക്കുന്നു. ആ വ്യക്തി സ്നേഹം, വാഞ്ഛ അല്ലെങ്കിൽ പൂർത്തിയാകാത്ത സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ബന്ധം സജീവമാകുമ്പോൾ നിങ്ങളുടെ ആന്തരിക ലോകം പ്രതികരിക്കും. നെഞ്ചിലൊരു മൃദുവായ മർദ്ദം അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ വയറ് ചെറുതായി താഴുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. കൂടുതൽ ആഴത്തിൽ ശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് പരിഭ്രാന്തിയല്ല, അത് ബലഹീനതയല്ല. നിങ്ങളുടെ നാഡീവ്യവസ്ഥ വികാരങ്ങളുടെ ആവൃത്തിയിലെ മാറ്റം ശ്രദ്ധിക്കുന്നു. പലരും ഇതിനെ ഒരു തരംഗമായി വിശേഷിപ്പിക്കുന്നു. അവരെ മിസ് ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ പകൽ സമയത്തൊന്നും സംഭവിക്കാത്തപ്പോൾ പോലും അവരെ ഓർമ്മിക്കുന്നതിന്റെയോ ഒരു പെട്ടെന്നുള്ള തിരക്ക്. ഏറ്റവും വിചിത്രമായ കാര്യം അതെത്ര വേഗത്തിൽ വന്നുപോകുന്നു എന്നതാണ്. ഒരു സ്ത്രീ തന്റെ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുകയാണ്. ദിവസം സാധാരണമാണ്. പിന്നെ എവിടെ നിന്നോ അവൾക്കൊരു ചൂടുള്ള വേദന അനുഭവപ്പെടുകയും ചിന്തിക്കാതെ അവന്റെ പേര് മന്ത്രിക്കുകയും ചെയ്യുന്നു. അവൾ നിശ്ചലയായി, ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്നു. കാരണം അവൾ അവനെ ഓർക്കാൻ ശ്രമിക്കുന്നില്ല. ആ രാത്രിയിൽ ആഴ്ചകളോളം നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഒരു സന്ദേശം വരുന്നു. ദിവസം മുഴുവൻ അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയില്ലെന്ന് അവൻ പറയുന്നു. അങ്ങനെയാണ് ബന്ധം ഓർമ്മയിലൂടെ നീങ്ങുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് മുദ്ര തിരിച്ചറിയുകയും നിങ്ങളുടെ ഫോൺ പ്രകാശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരം പ്രതികരിക്കുകയും ചെയ്യുന്നു. ഈ ആദ്യ വികാരം പലപ്പോഴും വൈകാരിക അനുരണനത്തിന്റെ അടയാളമാണ്. ഇതെല്ലാം സ്വയം തെളിയിക്കുന്നില്ല, പക്ഷേ അത് ആവർത്തിക്കുമ്പോൾ കണക്ഷൻ ഇപ്പോഴും ഭാരം വഹിക്കുന്നുണ്ടെന്ന് അത് നിങ്ങളോട് പറയുന്നു. രണ്ടാമത്തെ വിചിത്രമായ വികാരം മാനസിക പുനരാഖ്യാനമാണ്. നിങ്ങളുടെ മനസ്സ് അനുവാദമില്ലാതെ ഒരേ വ്യക്തിയെ ലൂപ്പ് ചെയ്യുന്നതുപോലെ. നിങ്ങൾ തിരക്കിലായിരിക്കാം, ക്ഷീണിതനായിരിക്കാം, എന്നിട്ടും അവരുടെ മുഖം നിങ്ങളുടെ ആന്തരിക സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങളൊരു സംഭാഷണം ഓർക്കുന്നു, നിങ്ങൾ അവരുടെ ശബ്ദം ഓർക്കുന്നു, ഒരു രഹസ്യം പോലെ തോന്നിയ ഒരു നോട്ടം നിങ്ങൾ ഓർക്കുന്നു. മനഃശാസ്ത്രം ഇതിനെ ഒരു തുറന്ന ലൂപ്പ് എന്ന് വിളിക്കുന്നു. ഒരു കഥ അവസാനിക്കുമ്പോൾ മസ്തിഷ്കം തിരിച്ചുവന്ന് അർത്ഥമന്വേഷിച്ച് ശുദ്ധമായ ഒരു അന്ത്യത്തിനായി തിരയുന്നു. എന്നാൽ മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അവരുടെ വൈകാരിക ശ്രദ്ധയും നിങ്ങളുടെ വശത്തുള്ള ലൂപ്പിനെ ശക്തിപ്പെടുത്തും. ഇതൊരു ക്രമരഹിതമായ പകൽ സ്വപ്നത്തേക്കാൾ മൂർച്ചയുള്ളതായി തോന്നുന്നു. അത് വർത്തമാനകാലമായി തോന്നുന്നു. അത് വ്യക്തിപരമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് അദൃശ്യമായ ഒരു ബന്ധം ശ്രദ്ധിക്കുന്നതുപോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടെന്ന് നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നു. ഈ രണ്ടാമത്തെ വികാരം പലപ്പോഴും രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ ലോകം നിശബ്ദമാകും. നിങ്ങൾ മുന്നോട്ടു പോകുമെന്ന് നിങ്ങൾ സ്വയം വാഗ്ദാനം ചെയ്താലും നിങ്ങളുടെ മനസ്സ് അവരെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഉപബോധ മനസ്സ് അതിന്റെ ജോലി ചെയ്യുന്നത്. പ്രതിരോധങ്ങൾ കുറയുകയും വൈകാരിക സത്യം ഉയരുകയും ചെയ്യുന്ന രാത്രി. ജോലി കഴിഞ്ഞ ഒരാൾ പകുതി ക്ഷീണിതനായി വാർത്തകൾ സ്ക്രോൾ ചെയ്യുന്ന ഒരു ബസ്സിലിരിക്കുകയാണ്. ഒരപരിചിതൻ പരിചിതമായ ഒരു പെർഫ്യൂം ധരിച്ചു നടക്കുമ്പോൾ മാസങ്ങളായി താൻ സംസാരിക്കാത്ത ആ വ്യക്തിയെ അവന്റെ മനസ്സ് തൽക്ഷണം മുകളിലേക്ക് വലിക്കുന്നു. ഓർമ്മയുടെ മാത്രമല്ല, സാന്നിധ്യത്തിന്റെയും ഒരു തിരക്ക് അയാൾക്കനുഭവിക്കുന്നു. അവൾ നിശബ്ദയായി അവന്റെ അരികിലിരിക്കുന്നതുപോലെ. പിന്നീട് ഒരു പരസ്പര സുഹൃത്തിൽ നിന്ന് അവൾ അടുത്തിടെ അവനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെന്നും
എന്നാൽ എങ്ങനെ ബന്ധപ്പെടണമെന്നറിയില്ലെന്നും അയാൾ കേൾക്കുന്നു. ആ ഗന്ധം ബന്ധം സൃഷ്ടിച്ചില്ല, അത് വാതിൽ തുറന്നു. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധമനസ്സ് അവരെ മുന്നോട്ടു കൊണ്ടുവരാൻ ചെറിയ ട്രിഗറുകൾ ഉപയോഗിക്കുന്നു. കാരണം ആ മുദ്ര ഇതിനകം തന്നെയുണ്ട്. അതുകൊണ്ടാണ് ചിന്തിക്കുന്നത് നിർത്താൻ നിങ്ങൾക്ക് സ്വയം നിർബന്ധിക്കാൻ കഴിയാത്തത്. ശൂന്യമായത് മനസ്സ് ആവർത്തിക്കുന്നില്ല, പൂർത്തിയാകാത്തതിനെ, ഇപ്പോഴും വികാരം വഹിക്കുന്നതിനെ അത് ആവർത്തിക്കുന്നു. മൂന്നാമത്തെ വിചിത്രമായ വികാരം ഒരവബോധജന്യമായ ആകർഷണമാണ്. മറുവശത്ത് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ. ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയേക്കാം. നിശബ്ദമായിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഫോൺ പരിശോധിക്കാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം. അവരുടെ പേരുച്ചത്തിൽ പറയാനോ നിങ്ങളുടെ ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം സന്ദർശിക്കാനോ നിങ്ങൾക്കൊരു പ്രേരണ തോന്നിയേക്കാം. യുക്തിസഹമായി തോന്നാത്തതിനാൽ ആളുകൾക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന വികാരമാണിത്. ഇത് ഒരു അദൃശ്യ നൂലുപോലെ തോന്നുന്നു. മനഃശാസ്ത്രം ഇതിനെ വൈകാരിക അനുരഞ്ജനം എന്ന് വിളിക്കുന്നു. രണ്ടാളുകൾ ആഴത്തിൽ ബന്ധപ്പെടുമ്പോൾ അവരുടെ നാഡീവ്യവസ്ഥകൾ പരസ്പരം പഠിക്കുന്നു. ദൂരത്തിനു ശേഷവും ഉപബോധമനസ്സിന് സംവേദനക്ഷമത നിലനിർത്താൻ കഴിയും. ആത്മീയ ഭാഷ ഇതിനെ ഊർജ്ജമെന്ന് വിളിക്കുന്നു. ഒരാത്മാവിനെ തിരിച്ചറിയുന്ന രീതി. എന്തായാലും ശ്രദ്ധിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു മൃദുവായ വലിവ് പോലെയാണിത് അനുഭവപ്പെടുന്നത്. സ്വപ്നങ്ങൾ ശക്തമാകുന്നതും ഇതുകൊണ്ടാണ്. നിങ്ങളുടെ ബോധമനസ്സ് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധമനസ്സ് ചിഹ്നങ്ങളിലും വികാരങ്ങളിലും സംസാരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി സ്വപ്നം കണ്ടേക്കാം. നിങ്ങൾ തകർന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരിക ലോകത്ത് ബന്ധം സജീവമായതിനാലാണ്. ഒരു ഇമേജ് മാത്രമല്ല, ഒരു വികാരത്തോടെയാണ് നിങ്ങൾ ഉണരുന്നത്. ചിലപ്പോൾ അത് സമാധാനമാണ്, ചിലപ്പോൾ അത് സങ്കടമാണ്, ചിലപ്പോൾ അത് സത്യമാണെന്ന് തോന്നുന്ന വാഞ്ഛയാണ്. തുടർന്ന് നിങ്ങൾ ചെറിയ സമന്വയം ശ്രദ്ധിക്കുന്നു. അവരുടെ പേര് പ്രത്യക്ഷപ്പെടുന്നു, ഒരു ഗാനം പ്ലേ ചെയ്യുന്നു, ഒരു ഓർമ്മ കൃത്യമായ തെറ്റായ അല്ലെങ്കിൽ കൃത്യമായ നിമിഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങളുടെ അവബോധം തുറന്നിടാൻ പ്രപഞ്ചം പലപ്പോഴും ചെറിയ സിഗ്നലുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷം അകത്തേക്ക് മാറുക. ഈ 3 വികാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്കൊപ്പം എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്നും അതിനർത്ഥമുണ്ട്. സൗമ്യമായി സ്വയം ചോദിക്കുക, നിങ്ങൾക്കവ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഏതു ഭാഗമാണ് ഉണരുന്നത്? സ്നേഹം നഷ്ടപ്പെടുന്ന ഭാഗമാണോ? സുരക്ഷ നഷ്ടപ്പെടുന്ന ഭാഗമാണോ? തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയാത്ത ഭാഗമാണോ? ചിലപ്പോൾ നമുക്ക് ആ വ്യക്തിയെ നഷ്ടമാകില്ല. അവർ നമുക്ക് നൽകിയ വികാരമോ അവർ അടുത്തുണ്ടായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്നതോ നമുക്ക് നഷ്ടമാകും. അതുകൊണ്ടാണ് ബന്ധം ഒരു കണ്ണാടിയായി മാറുന്നത്. അവരുടെ സാന്നിധ്യം നിങ്ങളുടെ ആവശ്യങ്ങളെയും മുറിവുകളെയും വ്യക്തതയ്ക്കുള്ള നിങ്ങളുടെ ആഗ്രഹത്തെയും പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ ഭയത്തിലേക്ക് തിരക്ക് കൂട്ടരുത്, പിന്തുടരാൻ തിരക്ക് കൂട്ടരുത്. നിങ്ങൾക്ക് തോന്നുന്ന സത്യം ശ്രദ്ധിക്കുക, അത് നിങ്ങളെ പഠിപ്പിക്കട്ടെ. ആദ്യത്തെ വിചിത്രമായ വികാരം വൈകാരിക തരംഗമാണ്. രണ്ടാമത്തേത് മാനസിക പുനരാഖ്യാനമാണ്. മൂന്നാമത്തേത് അവബോധജന്യമായ ആകർഷണമാണ്. ഈ 3 സംഭവിക്കുകയാണെങ്കിൽ ഈ ബന്ധം ഇപ്പോഴും സജീവമാണെന്ന് നിങ്ങളുടെ ഉപബോധമനസ്സ് നിങ്ങളോട് പറയുന്നു. എന്നാൽ ആ സത്യമുപയോഗിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നത് പ്രധാനമാണ്. ചിലപ്പോൾ പാഠം സത്യസന്ധതയോടെ സംസാരിക്കുക എന്നതാണ്. ചിലപ്പോൾ പാഠം സ്നേഹത്തോടെ ഉപേക്ഷിക്കുക എന്നതാണ്. ചിലപ്പോൾ പാഠം നിശബ്ദതയിൽ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഭാഗത്തെ സുഖപ്പെടുത്തുക എന്നതാണ്. കാരണം നിശബ്ദത ഒരു ഗുരുവായിരിക്കാം. വാഞ്ഛ എവിടെയാണ് ജീവിക്കുന്നതെന്ന് നിശബ്ദത നിങ്ങളെ കാണിക്കുന്നു. ഒരു മുദ്ര ഇപ്പോഴും എവിടെയാണെന്ന് നിശബ്ദത നിങ്ങളെ കാണിക്കുന്നു. കഥ ഇപ്പോഴും പൂർത്തിയാകാത്തതായി തോന്നുന്നിടത്ത് നിശബ്ദത നിങ്ങളെ കാണിക്കുന്നു. ഒരാത്മീയ വീക്ഷണത്തിൽ ദൈവവും പ്രപഞ്ചവും എല്ലായ്പ്പോഴും ഉച്ചത്തിലുള്ള അടയാളങ്ങളിലൂടെ സംസാരിക്കുന്നില്ല. അവ പലപ്പോഴും ആവർത്തിച്ചുള്ള വികാരങ്ങളിലൂടെയും ബന്ധത്തിലൂടെയും പ്രതിഫലനത്തിലൂടെയും സംസാരിക്കുന്നു. തിരിച്ചുവരുന്ന ഒരു ചിന്ത, നിലനിൽക്കുന്ന ഒരു ഓർമ്മ, മങ്ങാത്ത ഒരു ആകർഷണം. ഇവ കൽപ്പനകളല്ല, അവ മനസ്സിലാക്കാനുള്ള ക്ഷണങ്ങളാണ്. അവയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഊഷ്മളത കൊണ്ടുവരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവയെക്കുറിച്ച് ചിന്തിക്കുന്നത് വേദന കൊണ്ടുവരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കാനും സ്വയം തെരഞ്ഞെടുക്കാനും നിങ്ങളെ വിളിക്കുന്നു. അവയെക്കുറിച്ച് ചിന്തിക്കുന്നത് അസ്വസ്ഥത കൊണ്ടുവരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്നുണ്ടാകാം. ആശയക്കുഴപ്പമല്ല. കാരണം ലക്ഷ്യം കഷ്ടപ്പെടുകയല്ല, ലക്ഷ്യം ബോധവാന്മാരാകുകയും സുഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതിനാൽ ഈ സന്ദേശത്തെ നിങ്ങളുടെ അടയാളമായി എടുക്കുക. അടുത്തിടെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ
നിങ്ങൾക്ക് തിരമാലകളും ലൂപ്പുകളും അവബോധവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ അർത്ഥമുണ്ട്. വിധി എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല, മറിച്ച് വിധി എന്നാൽ എല്ലാ ബന്ധങ്ങളും ഒരു പാഠം അവശേഷിപ്പിക്കുന്നു എന്നതാണ്. ഇന്ന് രാത്രിയിൽ ഉത്തരങ്ങൾ നിർബന്ധിച്ച് പിന്തുടരേണ്ടതില്ല, ഉറപ്പ് പിന്തുടരേണ്ടതില്ല. നിങ്ങളുടെ മനസ്സും ഹൃദയവും വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് വ്യക്തത വേണമെങ്കിൽ ഒരു ലളിതമായ കാര്യം പരീക്ഷിച്ചു നോക്കൂ. 1 മിനിറ്റ് വികാരത്തോടൊപ്പം ഇരുന്ന് പേരിടുക. അത് വാഞ്ഛയോ, ഖേദമോ, കൃതജ്ഞതയോ, ഭയമോ ആണോ? വികാരത്തെ ലേബൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ശാന്തമാകും. എന്നിട്ട് അവർക്കെന്താണ് വേണ്ടതെന്നല്ല, ഇപ്പോൾ നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് സ്വയം ചോദിക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് അടച്ചുപൂട്ടൽ ആവശ്യമായിരിക്കാം, ഒരുപക്ഷേ ആശ്വാസമോ, ഒരുപക്ഷേ ഒരു പുതിയ അതിർത്തിയോ ആകാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സത്യത്തെ മാനിക്കുമ്പോൾ ബന്ധം നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിർത്തുന്നു. അത് ചുരുങ്ങാനല്ല, വളരാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിവരമായി മാറുന്നു. 3 വിചിത്രമായ വികാരങ്ങളെ ഓർമ്മിക്കുക. എവിടെ നിന്നോ വരുന്ന വൈകാരിക തരംഗം, നിലയ്ക്കാത്ത മാനസിക റീപ്ലേ, അദൃശ്യമായി തോന്നുന്ന അവബോധജന്യമായ ആകർഷണം. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഊർജം, ഓർമ്മ, സത്യം എന്നിവയിലൂടെ അതെടുക്കുന്നുണ്ടെന്നും അർത്ഥമാക്കാം. അടുത്തിടെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഈ ബന്ധം ഇപ്പോഴും അർത്ഥവത്താണെന്നതിന്റെ സൂചനയായി ഇതിനെ എടുക്കുക. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക.